വിദ്യാഭ്യാസ വായ്പയിലെ മുഴുവൻ തുകയും അടച്ചിട്ടും വായ്പ ക്ലോസ് ചെയ്തു തരുന്നില്ലെന്ന് ആക്ഷേപം. കളക്ടർക്കും പോലീസിലും പരാതി നൽകി ഒല്ലൂർ സ്വദേശികളായ ദമ്പതികൾ. ഇത് ഒല്ലൂർ മണലാറ്റ് തോണിവളപ്പിൽ പവിത്രന്റെ വീട്. പവിത്രന്റെ മകൻ ശ്രീഹരി 2018 കനറ ബാങ്കിന്റെ ഒല്ലൂരിലെ ശാഖയിൽ നിന്ന് 1.5 ലക്ഷം രൂപ വിദ്യാഭ്യാസ വായ്പ എടുക്കുന്നു. ഈ വിദ്യാഭ്യാസ വായ്പ വർഷങ്ങൾക്ക് ശേഷം വീട് ജപ്തിയിലേക്ക് വരെത്തി. തുടർന്ന് കുടുംബം ആ തുക പൂർണ്ണമായും അടച്ചു തീർത്തു. എന്നാൽ ലോൺ ക്ലോസ് ചെയ്ത് നൽകുന്നില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി. ശ്രീഹരിയുടെ അമ്മ ശശികല ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അപ്പോൾ 2018 നമ്മൾ മോന് വിദ്യാഭ്യാസ ലോൺ എടുക്കുന്നത്. അത് കഴിഞ്ഞ് അവൻ്റെ കോഴ്സ് 2019 പൂർത്തിയായി. കുറച്ച് തവണ അവന് അടയ്ക്കാൻ പറ്റിയിരുന്നു. പിന്നെ അവന് കുറച്ച് സാമ്പത്തിക ഇഷ്യൂസ് വന്നതുകൊണ്ട് അടയ്ക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ കരുതിയത് അവൻ അടച്ചിരുന്നതാണ്. RR നോട്ടീസ് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോഴാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ വായ്പ പൂർണ്ണമായും അടച്ചു തീർത്തു. നിങ്ങൾ എന്താണ് ബാങ്ക് പറയുന്നത്? ബാങ്ക് നമ്മളെ NOC ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടി റിട്ടേൺ ലെറ്റർ എഴുതി കൊടുത്തപ്പോൾ മാം അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അത് മാത്രമല്ല മാം പറയണത് അഡീഷണൽ ആയിട്ട് ഒരു എമൗണ്ടും കൂടെ നിങ്ങൾ ഇതിൽ എന്താണ് ബാങ്ക് അങ്ങനെ പറയാൻ കാരണം? അവർ പറയണത് ഒരു ഗവൺമെന്റ് കൊടുത്ത ഗ്യാരണ്ടി എമൗണ്ട് ഉണ്ട്, CGFCL SCL എന്ന് പറഞ്ഞിട്ട്. ആ എമൗണ്ടിന്റെ തുകയും കൂടെ നമ്മൾ അടയ്ക്കണം എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുമായി അന്വേഷിച്ചോ? നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഈ തുക നമ്മളോട് അടയ്ക്കേണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ഗവൺമെന്റ് ബാങ്കിന് കൊടുക്കുന്ന. പിന്നെ എന്താണ് ബാങ്ക് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം? അവരെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മകൾക്കും കൂടെ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട്. അപ്പൊ മകളുടെ ലോണിൽ ഒരു പൈസയുടെ മിസ്റ്റേക്ക് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് കണ്ടപ്പോൾ മകൾ അത് ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പൊ അതിന്റെ ഒരു ഈഗോയാണ് ഇപ്പൊ മാഡത്തിന് ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം. നമ്മൾ പരാതിയായിട്ട് കളക്ടറേറ്റിൽ പോയി. അവിടുന്ന് നമ്മളോട് ഇത് പ്രകാരമുള്ള തുക അടച്ച് ക്ലോസ് ചെയ്യാനാണ് പറഞ്ഞത്. മകളുടെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് 23-ാം തീയതി ജൂൺ 23-ാം തീയതി അദാലത്ത് വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ക്ലോസ് ചെയ്യാന്നുള്ള രീതിയിൽ തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടപ്പോൾ അവിടെ നിന്ന് മാഡം വന്ന് പറഞ്ഞത് ഞാൻ വൈകുന്നേരം 3-ാം തീയതി വൈകിട്ട് 4 മണിക്കുള്ളിൽ നിങ്ങളുടെ സകല ഡോക്യുമെന്റ്സും കൊണ്ട് തരാമെന്ന് പറഞ്ഞത്. വൈകിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ പോയപ്പോൾ അവർ സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് തരാൻ ബുദ്ധിമുട്ടുണ്ട്, DD ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അത് കിട്ടിയിട്ട് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇതേസമയം ബാക്കി തുക അടയ്ക്കണമെന്ന നിലപാടിലാണ് ഒല്ലൂർ കനറ ബാങ്ക് മാനേജർ. തങ്ങൾ നിയമപരമായാണ് മുന്നോട്ട് പോകുന്നതെന്നും നിയമ നടപടി തുടരുമെന്നും കനറ ബാങ്ക് ഒല്ലൂർ ശാഖ മാനേജർ TCVയോട് പറഞ്ഞു. TCV തൃശൂർ.